പുലി ഇറങ്ങി അരക്ഷിതമായ ഗ്രാമത്തിലേക്ക് എത്തുന്ന വാറുണ്ണി പുലിയോടൊപ്പം സംഘട്ടനം നടത്തുന്ന രംഗങ്ങൾ ഒരു കാലത്ത് തിയേറ്ററുകളെ ആഘോഷമാക്കിയിട്ടുണ്ട്. പുലിമുരുകനിലൂടെ വീണ്ടും പുലിവേട്ട സിനിമയുടെ പ്രമേയമായപ്പോൾ മൃഗയുടെ ചിത്രീകരണത്തെക്കുറിച്ചും നിരവധി വാദങ്ങൾ പുറത്തുവന്നു. പാതി മയക്കിയ പുലിയെയാണ് മമ്മൂട്ടി വേട്ടയാടിയതെന്നും ഡ്യൂപ്പിനെ വെച്ചാണ് ഈ രംഗങ്ങൾ ചിത്രീകരിച്ചതെന്നുമായിരുന്നു സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചത്. നരഭോജിയായ ഒരു മൃഗത്തെ ഉപയോഗിച്ച് സിനിമ ചിത്രീകരിച്ചതിന്റെ അനുഭവം സംവിധായകൻ IV ശശി തന്നെയാണ് ആരാധകരോട് പങ്കുവച്ചിരിക്കുന്നത്. മൃഗയുടെ കഥ ലോഹിതദാസാണ് എന്നോട് ആദ്യം പറയുന്നത്. വാറുണ്ണിയെ പോലെ തന്നെ ലോഹിക്ക് പരിചയമുള്ള ഒരു വേട്ടക്കാരനുണ്ടായിരുന്നു. അയാളുടെ കഥയിൽ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് മൃഗയ എഴുതിയത്. അന്ന് ഇന്നത്തെ പോലെ ഗ്രാഫിക്സും വിഷ്വൽ ഇഫക്ട്സും ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ പുലിയെ ഉപയോഗിച്ചുള്ള രംഗങ്ങളെല്ലാം വളരെ സാഹസികമായിട്ടാണ് ഷൂട്ട് ചെയ്തത്. സിനിമ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ അതിലുള്ളത് യഥാർത്ഥ പുലിയല്ല, മമ്മൂട്ടി ഡ്യൂപ്പിനെ ഉപയോഗിച്ചു എന്നൊക്കെ ആരോപണങ്ങൾ ഉയർന്നിരുന്നു. അതിലൊന്നും വാസ്തവമില്ല. ആകെ 2 ലോങ് ഷോട്ടിൽ മാത്രമാണ് മമ്മൂട്ടി ഡ്യൂപ്പിനെ ഉപയോഗിച്ചത്. ബാക്കി മുഴുവൻ സീനും അതിസാഹസികമായി തന്നെയാണ് ചിത്രീകരിച്ചത്. ചെന്നൈയിൽ നിന്നും ട്രെയിനിൽ കൊണ്ടുവന്ന പുലിയാണ്, എന്നാലും മൃഗമല്ലേ. സംഘടന രംഗത്തിന്റെ ഇടയ്ക്ക് അതൊന്നും മമ്മൂട്ടിയെ കടിച്ചാൽ തീരുമായിരുന്നു എല്ലാം. യാതൊരുവിധ മുൻ പരിശീലനവും ഇല്ലാതെയാണ് മമ്മൂട്ടി പുലിയുമായുള്ള സംഘടനത്തിന് തയ്യാറായത്. ഷൂട്ടിംഗ് സെറ്റിൽ വന്നപ്പോഴാണ് അദ്ദേഹം ആ പുലിയെ കാണുന്നത് തന്നെ. പുലിയുടെ ഒരു ട്രെയിനർ ഉണ്ട്. അയാൾ ഷൂട്ടിങ്ങിന് മുമ്പ് പുലിയുമായി സംഘടനം നടത്തേണ്ടത് എങ്ങനെയെന്ന് കാണിച്ചു തരും. അത് നോക്കിയിട്ട് നേരെ ക്യാമറയുടെ മുന്നിൽ വന്ന് ചെയ്യും. അതായിരുന്നു പതിവ്. ആദ്യത്തെ 2 ദിവസം കുറച്ച് പേടിയുണ്ടായിരുന്നു. പക്ഷെ പിന്നീട് ആ കഥാപാത്രവുമായി അലിഞ്ഞു ചേർന്നതോടെ തന്മയത്വത്തോടെ സംഘടന രംഗങ്ങളിൽ അഭിനയിക്കാൻ മമ്മൂട്ടിക്ക് സാധിച്ചു. IV ശശി വ്യക്തമാക്കി. കൂടുതൽ സിനിമാ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ മലയാളം ക്രിയേഷൻസ്.